വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇപ്പോൾ ത്വയ്ബ ഗാർഡൻ്റെ മുമ്പിലാണുള്ളത്. നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ്. സ്ഥാപനത്തിലേക്ക് സ്കൂളിലെ വിദ്യാർത്ഥികളും അതുപോലെ ടീച്ചർമാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കോളേജ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് സ്റ്റഡീസിലെ ക്ലാസ്സുകൾ നടക്കുന്നു. ഈ സമയത്ത് ഇങ്ങനെ ലൈവിൽ വരുന്നതിൻ്റെ ഉദ്ദേശം, അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ കുറേ വർഷങ്ങളായി ത്വയ്ബ ഗാർഡൻ മെയിൻ ക്യാമ്പസിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. 12 വർഷത്തെ നമ്മുടെ പുരോഗതി ആണ് നിങ്ങളെ മുമ്പിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വ്യത്യസ്തങ്ങളായ ക്യാമ്പസുകളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളും അതോടുകൂടി പുരോഗതിയും ഒക്കെ ഒന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെയും സുഹൃത്തുക്കളെയും ഒക്കെ കാണിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. സ്കൂളിലെ ബിൽഡിംഗ് ആണ് നമ്മൾ ഈ കാണുന്നത്. 3 ക്ലാസ് റൂമുകളിൽ നിന്ന് തുടങ്ങിയ ആ സംരംഭം, ആ സംവിധാനം ഇന്ന് ഇതുപോലെ ഒരു വലിയ ക്യാമ്പസായി മാറിയിട്ടുണ്ട്. അതുപോലെ മുമ്പിൽ നമ്മുടെ കോളേജ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് സ്റ്റഡീസ് സംവിധാനമാണ്. അതിൻ്റെയും മുകളിലേക്കുള്ള വർക്കുകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാഹ്, ഈ വർഷം വിദ്യാർത്ഥികൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അഡ്മിഷൻ പൂർത്തിയായി വിദ്യാർത്ഥികളൊക്കെ ക്യാമ്പസിലെത്തുമ്പോഴേക്ക് നമ്മുടെ ക്യാമ്പസ് പൂർണ്ണമാകണം എന്ന ആഗ്രഹമാണുള്ളത്. അതിനുവേണ്ടിയുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ സ്കൂൾ കെട്ടിടം ഇപ്പോൾ വിദ്യാർത്ഥികളുടെ ആധിക്യം കാരണം, അതുപോലെ തന്നെ നമ്മൾ ഇതുവരെയും സ്കൂളിൽ 8ാം ക്ലാസ് വരെ ആയിട്ടുണ്ട്. ഈ വർഷം 9ലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോൾ ഉള്ള ബിൽഡിങ്ങും അതിൻ്റെ സംവിധാനങ്ങളും ലാബും ലൈബ്രറിയും തുടങ്ങി എല്ലാം വളരെ നല്ല രൂപത്തിൽ സജ്ജീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ ആകുമ്പോൾ മാത്രമേ ഒരു സ്കൂളിൻ്റെ ആംബിയൻസ് പൂർണ്ണമാവുകയുള്ളൂ. അതേപോലെ കുറേ കാലമായി, അല്ലെങ്കിൽ സ്ഥാപനം തുടങ്ങിയിട്ട് 12 വർഷത്തിലധികമായെങ്കിലും വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം കഴിക്കാനോ അതുപോലെ അവരുടെ വളരെ പ്രാഥമികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ വളരെ ചെറിയ രൂപത്തിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ കുട്ടികൾ ഇവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പൂർണ്ണമായും നമ്മുടെ മുത്താലിമികളാണ്. കോളേജ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് സ്റ്റഡീസിലെ ദേവ കോളേജിലെ വിദ്യാർത്ഥികളാണ് ഇവിടെ ഉള്ളത്. ഇതായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന ക്യാൻറ്റീൻ സംവിധാനം. അൽഹംദുലില്ലാഹ്, നമ്മുടെ പ്രിയപ്പെട്ട കുറ്റൂര് അബ്ദുറഹ്മാൻ ഹാജിയുടെ സഹായം കൊണ്ട്, അവരുടെ ഉമ്മയുടെ പേരിൽ അവർ ഇവിടെ നമുക്ക് ഒരു നല്ല ക്യാൻറ്റീൻ, ഫുഡ് കോർട്ട് ഇവിടെ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം വളരെ പെട്ടെന്ന് നടക്കേണ്ടതുണ്ട്. അതിൻ്റെ പണിയൊക്കെ പൂർത്തിയായി. ഇങ്ങോട്ട് കുട്ടികളെ ഇങ്ങോട്ട് മാറ്റാനുള്ള ഭക്ഷണത്തിൻ്റെ സംവിധാനങ്ങളും കിച്ചണും എല്ലാം ഇങ്ങോട്ട് മാറാനുള്ള ഒരുക്കത്തിലാണുള്ളത്. ഇൻഷാ അല്ലാഹ്, എല്ലാം വളരെ ഫർണിഷ്ഡ് ആയിട്ടുള്ള നല്ല രൂപത്തിലുള്ളൊരു ക്യാൻറ്റീനെ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നൽകിയ അവരുടെ അബ്ദുറഹ്മാൻ ഹാജിയുടെ ഉമ്മക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അവർക്ക് വേണ്ടി എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ നമ്മുടെ കോളേജ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് സ്റ്റഡീസിൻ്റെ വർക്കുകൾ, അതിന് മുകളിലെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെയും ക്ലാസ്സുകളും ഹോസ്റ്റലുകളും ഒക്കെയായി ഒരേ ബിൽഡിങ്ങിലാണ് ഇപ്പോൾ ഉള്ളത്. അത് അവിടെ ആ സ്ഥാപനത്തെക്കുറിച്ച് പറയുമ്പോൾ, നമ്മളെ പ്രഥമ സ്ഥാപനമാണ് കോളേജ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് സ്റ്റഡീസ്. 2013 നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അന്ന് 19 കുട്ടികളുമായി സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അൽഹംദുലില്ലാഹ്, ഇന്ന് അവിടെ നിന്ന് ഡിഗ്രി കഴിഞ്ഞ് പൂർത്തിയാക്കി ഇറങ്ങിയ വിദ്യാർത്ഥികൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ
LLB ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അതോടുകൂടി തന്നെ ഇസ്ലാമിക് സ്റ്റഡീസും പൂർത്തിയാക്കുന്നുണ്ട്. പിന്നെ ജേർണലിസം ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ട്, എക്കണോമിക്സ് ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായ രൂപങ്ങളിൽ വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ അവിടെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ആക്കുന്നതിൻ്റെ ഭാഗമായി ആണ് നമ്മളിപ്പോൾ അവിടെ അവർക്ക് വേണ്ട ക്ലാസ് റൂമുകളും ഹോസ്റ്റലുകളും അതിൻ്റെ സംവിധാനങ്ങളും ഒക്കെയാണ് ഇപ്പോൾ വർക്ക് നടക്കുന്നത് കൊണ്ട് ആകെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. എന്നിരുന്നാലും ഒന്ന് നമ്മൾ വർക്ക് നടക്കുന്ന സ്ഥലത്ത് ഒന്ന് പോയി കാണണം. കുറേ ദിവസമായി എത്തിയെങ്കിലും പക്ഷേ ഇതുവരെ അങ്ങോട്ട് എത്തിയിട്ടില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പണി പൂർത്തിയാക്കി വിദ്യാർത്ഥികൾക്ക് വേണ്ടി തുറന്നു കൊടുക്കണം. ഇത് പൂർണ്ണമായും നമ്മുടെ വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് അദ്ദേഹം പൂർണ്ണമായും ഏറ്റെടുത്ത് അദ്ദേഹം ഇവിടെ വന്നു, കണ്ടു, ഈ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കി അദ്ദേഹം ഏറ്റെടുത്തതാണ് പൂർണ്ണമായും. അള്ളാഹു അദ്ദേഹത്തിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. അതുപോലെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്കും അദ്ദേഹത്തിൻ്റെ മക്കൾക്കും ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും ഇതിൻ്റെ വലിയ ഹൈറുകൾ ബറക്കത്തുകൾ എത്തിച്ചു കൊടുക്കട്ടെ. അത് വാർപ്പിടാൻ വേണ്ടി കോൺക്രീറ്റ് ചെയ്യാനുള്ള എല്ലാ ഒരുക്കങ്ങളിലുമാണ്. വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ പണിയൊക്കെ പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ പള്ളി നമ്മുടെ മുന്നിലുണ്ട്, പെയിൻ്റ് അടിക്കാനായിട്ടുണ്ട്. റമദാനാവുമ്പോഴേക്ക് ഇൻഷാ അല്ലാഹ് അതും പൂർത്തിയാക്കണം. ഇത്രയൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഇവിടെ ഒരു ക്യാമ്പസിൻ്റെ വർത്തമാനമാണ്. ഇതോടുകൂടെ തന്നെ തൊയ്ബയുടെ വളരെ അടുത്ത് തന്നെ അതിൻ്റെ നേരെ നമ്മുടെ കാണുന്ന റോഡിൻ്റെ നേരെ അപ്പുറത്ത് നമ്മുടെ അക്കാഡമിക് ബിൽഡിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. കാരണം സ്കൂള് വലിയ ക്ലാസ്സുകളിലേക്ക് എത്തി. മുതഅല്ലിമീങ്ങളും അതുപോലെ സ്കൂളിൽ വരുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും വലിയ മക്കൾ അവർക്ക് കളിക്കാനും അവർക്ക് മറ്റു അവരുടെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള സൗകര്യങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി സ്കൂൾ പൂർണ്ണമായും മറ്റൊരു ക്യാമ്പസിലേക്ക് മാറുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അവിടെ നമുക്ക് കാണണം. അവിടെ പ്രത്യേകിച്ച് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ, വർക്കുകൾ എന്തൊക്കെയാണ് എന്ന് എല്ലാം വളരെ ഭംഗിയായി പൂർത്തീകരിക്കാനും ഇതൊക്കെ നാളെ അള്ളാഹുവിൻ്റെ പക്കൽ കൂലി ലഭിക്കുന്ന പ്രവർത്തനങ്ങളായി മാറാനും ഇതിലൊക്കെ പ്രത്യേകമായ ഇഖ്ലാസ് ഉണ്ടാവാനും വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മളും ഇവിടുത്തെ വിദ്യാർത്ഥികളും ഒക്കെ പ്രത്യേകം ദുആ ചെയ്യും എന്നുകൂടി നിങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ എപ്പോഴും ഉണ്ടാകണം. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ വളരെ 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 പാവപ്പെട്ട ഗ്രാമങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളാണ്. അവർക്കൊക്കെ വേണ്ടി അവരുടെ പഠനത്തിനും അവരുടെ ഭക്ഷണങ്ങളിലേക്കും മറ്റുമൊക്കെ നിങ്ങളുടെ എല്ലാ രൂപത്തിലുള്ള സഹായങ്ങളും ഉണ്ടാകണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പൂർണ്ണമായ വിജയം നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.